അപ്പം ഞാനൊരു ചെറിയൊരു ഇൻഫർമേഷനാണ്. ഒരു കുട്ടികൾക്ക് ഫസ്റ്റ്ലി നമുക്ക് വേണ്ടത് ഒരു നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് പിള്ളേർക്ക് വരുന്നൊരു പ്രോബ്ലമാണ് എന്താണ് ഫസ്റ്റ്ലി തുടങ്ങണേ, അപ്പോൾ അതിന് എന്തൊക്കെ വേണം, എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ പറ്റുന്നതെന്നല്ലേ. അപ്പോൾ നോട്ടീസ് ഞാനിന്ന് ഒരു ടീച്ചേഴ്സ് ഡേനെ കുറിച്ചാണ്, ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് ഒരു ചെറിയൊരു നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഡേനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റിൽ കൊടുക്കേണ്ടത്. അത് ഹെഡിങ് കൊടുക്കുക, ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ നമ്മൾ ഹെഡിങ് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നമ്മൾ ചെറിയൊരു സെൻറ്റൻസ് ആയിട്ട് കൊടുക്കണം. അവർ സ്കൂൾ ഈസ് ഗോയിങ് ടു സെലിബ്രേറ്റ്, നമ്മുടെ സ്കൂളിൽ നടക്കുന്ന ഒരു സെലിബ്രേഷനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഫംഗ്ഷനെ കുറിച്ച് 2 വരി എഴുതിയതിന് ശേഷം എല്ലാ കുട്ടികളെയും ഇൻവൈറ്റ് ചെയ്യുന്നതാണ് ജസ്റ്റ് അടുത്ത പോയിൻറ്റ്. അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിൻ്റെ ഡേറ്റും ടൈമും പ്ലേസും, നമ്മൾ എവിടെയാണ് നടത്തുന്നത്, എപ്പോഴാണ് നടത്തുന്നത്, അപ്പോൾ എത്ര മണിക്കാണ് നടത്തുന്നത് എന്നുള്ളത് വേണം. അപ്പോൾ നമ്മൾ സ്കൂളിൽ അതിൻ്റെ ടൈം കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒരു നമ്മുടെ ഇഷ്ടത്തിനൊരു ചെറിയൊരു ചിത്രം പോലൊക്കെ വരച്ചിട്ട് ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു നോട്ടീസിൽ പെട്ടെന്ന് ടൈമും പ്ലേസും കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു എന്താ പറയുക, ഒരു അറേഞ്ച്മെൻറ്റ് എല്ലാം നല്ല ഭംഗിയായിട്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ ആ നോട്ടീസിന് നല്ലൊരു ഭംഗി കിട്ടും. അപ്പോൾ എന്ന് വെച്ചാൽ വലിയൊരു ഡെക്കറേഷനല്ല, നമുക്കറിയാവുന്നൊരു ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തേക്കാം. അപ്പം നമ്മൾ ഒരു ചെറിയൊരു ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഫോർ ഫർദർ ഇൻഫർമേഷൻ കോൺടാക്ട് ദ അണ്ടർസൈൻഡ്. അപ്പോൾ താഴെയുള്ളവരെ നമുക്ക് ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ സ്കൂളിലാണ് നടത്തുന്നത്, സ്കൂളിലെ നമ്പർ എഴുതണമെങ്കിൽ നമ്പറായിട്ട് ജസ്റ്റ് നമ്മുടെ സ്കൂളിലെ നമ്പർ കറക്റ്റായിട്ട് നമ്പർ കൊടുക്കണമെന്നല്ല, ജസ്റ്റ് നമ്മളൊരു നമ്പർ എഴുതണമെന്ന് ആരും പറയില്ല. അപ്പോൾ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെ പേരും അതുപോലെ സ്കൂൾ ലീഡറിൻ്റെ ഒരു പേരും എന്ന് നമ്മുടെ തന്നെ ഒരു ഇമാജിനേഷൻ പോണക്ക് അത് രണ്ടും കൊടുക്കുക. അപ്പോൾ നമ്മുടെ നോട്ടീസ് ഇതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു നോട്ടീസ് തയ്യാറാക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ജസ്റ്റ് ഒരു മോഡലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ടീച്ചേഴ്സ് ഡേ എന്നുള്ളതിന് നമുക്ക് തരുന്ന സബ്ജക്റ്റ് ഏതാണോ അതെഴുതി നമുക്കിത് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്.